അണ്ണൻ്റെ പേരെന്ത്? മണിയൻ. മണിയൻ അങ്ങനെ പറ്റിയുന്ന ആളല്ലോ നല്ല. നമ്മുടെ ഓണറിന്റെ പേരെന്താ? അതില്ലാണോ അത്? ശരി, ഒരു സ്ത്രീയാണ് ഇത് നടത്തുന്നത്. അയ്യോ, അപ്പൊ അത് നേരത്തെ പറയണ്ടേ. എത്ര നാളായിട്ട്? അമ്മയുണ്ട്. അമ്മ എവിടെ? ഇങ്ങോട്ട് വരുമോ അതോ നാണമാണ്? ജോലി ചെയ്തോണ്ടിരിക്കുക. ശരി ശരി ശരി. അപ്പൊ ഇത് അമ്മയാണോ സ്റ്റാർട്ട് ചെയ്തതും? ഓ, അച്ഛനായിരുന്നു തുടങ്ങിയിരുന്നത്. അപ്പൊ അച്ഛൻ മരണപ്പെട്ടു. അപ്പൊ അമ്മയും മോളും കൂടെ അത് ഏറ്റെടുത്തു. ഇപ്പൊ എത്ര വർഷമായിട്ട്? 1 വർഷമായി നിങ്ങൾ നടന്നു? കട തുടങ്ങിയിട്ട് 16-17 വർഷമായി. ഇപ്പൊ നമ്മുടെ കയ്യിൽ അതിൻ്റെയും അമ്മയുടെയും കയ്യിലെത്തിയിട്ട് 1 വർഷം, അച്ഛൻ്റെ കാലശേഷം. അപ്പൊ അതേ ടേസ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് കച്ചവടം? ഉണ്ടല്ലോ. ഏതാണ്ട് ഉച്ചയൊക്കെ ആയി വരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം, ഞാൻ മടത്തിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത്, കട്ടാക്കടയ്ക്കടുത്ത് മടത്തിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മറ്റേ ചായക്കുളം കഴിഞ്ഞിട്ടാണ്. അപ്പം മടത്തിക്കോണത്ത് എത്തിയപ്പോൾ കിഴക്കൻ തട്ടുകട പ്രത്യേകതയുണ്ട്. തിങ്കൾ ചൊവ്വ അവധിയാണ്, അത് ശ്രദ്ധിക്കണം. ഈ മടത്തിക്കോണത്ത് കിഴക്കൻ തട്ടുകടയിൽ വരുന്നവർ തിങ്കൾ ചൊവ്വ അവധിയാണ്. കിഴക്കൻ തട്ടുകട ഒരു മൊത്തത്തിലൊരു നീലമയമാണ്. വേറെ നീലയൊന്നുമില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിന്. അപ്പം ഇവിടെ കുറേ വ്യത്യസ്തമായ ഐറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകാം. വാ. 1-2 ആപ്തവാക്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹൃദയം എന്ന ക്ഷേത്രം, കാരുണ്യം എന്ന മതം. ഇവിടെ അടുത്തത്, മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല, കോപം വരുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ 2-3 നല്ല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് പോകണം. അതിനിടയിൽ ഏറ്റവും പ്രധാന ആപ്തവാക്യമാണ് കടം പറയരുത്. വന്ന് കഴിച്ചിട്ട് കടം പറഞ്ഞിട്ട് പൊക്കളയരുത് എന്നുള്ള പോയിന്റ് കൂടെ നോട്ട് ചെയ്തത്. അങ്ങനെ അപ്പുറത്തെ റൂമിലോട്ട് പോയാലും ഇവിടെ വല്ലതും ഉണ്ടോ നോക്കാം. നമസ്കാരം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ആശയപ്രചരണം തീയും വാളും കൊണ്ടല്ല. ഇതൊക്കെ ആരെങ്കിലും വന്ന് വായിക്കും. ഇവിടെ വന്നിട്ട് കഴിക്കുന്ന കൂട്ടത്തിൽ വായിക്കുന്നുണ്ട്. ഏകാന്തത ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഏകനാണ്. ഒരൊറ്റപ്പെടൽ എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ ഒറ്റയാണ്. അപ്പോഴേ ഇവിടെ കിട്ടി. ഇവിടെ പിടിച്ച് നമ്മൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലായ ഒരാൾ നിൽക്കുന്നുണ്ട് അവിടെ. സീരിയലൊക്കെ കാണുന്നുണ്ടോ? ഇവിടെ ചിക്കൻ പരട്ട് ഉണ്ടാക്കുന്നിടയിൽ സീരിയൽ കാണാൻ എവിടെ സമയം? ആണോ? എത്ര മണി വരെ കട? 10 മണിക്ക് ശേഷം പോയി കാണും. പിന്നെ എത്ര മണി വരെ TV കാണും? എന്നിട്ട് രാവിലെ പകൽ ഇവിടെ വന്നിരുന്ന് ഉറക്കം തോന്നൽ തന്നെ? കിടക്കുന്നത് ഇവിടെ തന്നെ? അത് ശരി. അപ്പൊ തിങ്കളും ചൊവ്വയും ഉറങ്ങിക്കോണം, ബാക്കി 5 ദിവസം ഇവിടെ പണി ചെയ്തോണം. ഇതാണ് നമ്മള്. ഇവിടെ നിന്ന് TV ആണ്. കട പുട്ടല്ലേ നല്ലത്? പുട്ട് കഴിക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് സ്പെഷ്യൽ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും കപ്പ, പുട്ട്, പൊറോട്ട, അതന്നെ. കറികൾ പന്നി റോസ്റ്റും കൂടെ പറഞ്ഞോ. ഇന്ന് എടുക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ പന്നി റോസ്റ്റ് ഉണ്ട്, നാടൻ കോഴിപ്പരട്ടുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്. അങ്ങനെ കുടിക്കാൻ എന്താണ് വരുന്നത് എൻ്റെ കൂടെ? കട്ടൻ ചായ ഉണ്ടാ? കട്ടൻ ചായ ഉണ്ടാ? പിന്നെന്താ ഉള്ളത്? കുടിക്കാൻ എന്താ? അപ്പം ചൂടുവെള്ളമുണ്ട്. അപ്പൊ നമുക്ക് ഒരു കോഴിപ്പരട്ട് എടുക്കാം അല്ലേ? കോഴി തോരനുണ്ടല്ലേ? എനിക്ക് പപ്പടം വേണ്ട. പപ്പടം വേണം? അല്ല, ചൂടത്ത് ഇളയി മറിഞ്ഞ് കിടക്കാണല്ലേ. ഞാനിവിടെ അങ്ങോട്ട് വരാം. അതെന്താണ്? ചിക്കൻ പരട്ടാ? അല്ല, ഈ എല്ലാ ഐറ്റത്തിലും ഓരോ ഐറ്റംസ് ആണ്. എല്ലാ ഉരുളിയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കും. ഇപ്പൊ നല്ല ചൂട് വെന്തുകൊണ്ടിരിക്കും അല്ലേ? ഒതുക്കുന്നവരെ ഈ ചൂട് ഇങ്ങനെ ആണ്. ഇത് ബീഫ് റോസ്റ്റ്, ചിക്കൻ തോരൻ കണ്ടോ? അത് ഇങ്ങനെ. ഈ തോരനും നാടൻ കോഴിയാണോ? ഇത് ശരി ശരി. നാടൻ തോരൻ ഉണ്ടാക്കി അത്ര ഇത് സുഖമായിരിക്കത്തില്ല. ഇതോ? രസവടയുണ്ട്. തിരുവനന്തപുരത്തിന്റെ സ്വന്തം രസവടയും ഉണ്ട്. ഉണ്ടോ? രസത്തിൽ വെണ്ണുന്ന് വെന്ത് കിടക്കുന്ന രസവടയും ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കും. വെന്ത് നല്ല ഉരുളി കിടന്നിട്ട് വെന്ത് ഇങ്ങനെ ഇളയി വെന്ത് അലിഞ്ഞ് കിടക്കും അല്ലേ? ദൂരെ നിന്നൊക്കെ ആളുകൾ വരും കഴിക്കാൻ. എറണാകുളം വരും. നമ്മൾ എറണാകുളത്ത് തന്നെ വന്നത്. യൂട്യൂബിലൊക്കെ ഉണ്ട് ആവശ്യം പോലെ. ഞാനാണിത് കാണാത്തത്. ഇത് അടുത്ത ഐറ്റം ചിക്കൻ കറിയാണ്. നമ്മൾ വന്നൊരു 11:30 12 മണിയാ അല്ലേ? ഊണിൻ്റെ ഉച്ച ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കായില്ല.
നല്ല ചിക്കൻ കറി. ഇത് മറ്റേ ബ്രോയിലർ ചിക്കനാണ്, വെള്ളക്കോഴിയാ അല്ലേ? മറ്റേത് നാടൻ കോഴിയാ. ഈ ഐറ്റം ബീഫിന്റെ ഗ്രേവി മാത്രമേ ഉള്ളൂ. ബീഫിന്റെ ഒറിജിനൽ ബീഫ് ഇട്ടുള്ള കളിയാണ്. അതാ ഗ്രേവി എന്ന് പറഞ്ഞ് പറ്റിക്കലില്ല. അതിൽ എന്തായാലും ജോലി, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ അതോ എന്ത് എന്താ സ്കൂളിലോ? എന്താ സബ്ജക്റ്റ്? ഓ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഏത് ഭാഷ കിട്ടിയാലും നമ്മൾ മെയ്യും. ഹിന്ദി അറിഞ്ഞൂടാ? ഓക്കെ. അറിഞ്ഞൂടാത്ത കാര്യം പഠിപ്പിച്ചിട്ട് തെറ്റൊന്നും വിളിക്കണം. ശരി ശരി ശരി. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ. എത്ര മണി വരെയാണ് ഇതിന്റെ പ്രവർത്തനം? രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ആ സമയത്തിനിടയിൽ ഉള്ള ഭക്ഷണം വന്ന് കഴിച്ചുകൊള്ളുക, വീട്ടിൽ പോയിക്കൊള്ളുക. കാശ് കൂടുതൽ വല്ലതും ഉണ്ടോ? റേറ്റ് ഒക്കെ കുറവാണോ? 200 രൂപ. നാടൻ കോഴിയാണ്. ഓക്കെ. അപ്പോൾ പാഴ്സലിന് എമൗണ്ട് ഈ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വരും. ഓ ശരി ശരി. ഇതിപ്പോ ഇതിനനുസരിച്ചുള്ള ചെറിയ പ്ലേറ്റ് ഒക്കെ നമ്മളിവിടെ പ്രത്യേകം ചെയ്ത് വെച്ചാണോ അതോ? ഓക്കെ ശരി ശരി. അപ്പൊ ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ. എന്തോ ഞാനിതിന്റെ ചിക്കൻ പെരട്ട് കഴിച്ചു നോക്കട്ടെ. നല്ല നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്മ നമസ്കാരം. ഇങ്ങോട്ട് വരുമോ? ഇവിടെ നിൽക്കുമോ? ശരി. എന്നാലും എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് അമ്മയും മോളും കൂടെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് കണ്ടതാ. അമ്മയുടെ പേരെന്താ? സീത. സീതയും അതുല്യയും. ഒരു മോളെ ഉള്ള? ആ, 2 മക്കളായിരുന്നു. രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് നടത്തുന്നു. എത്ര പേരുണ്ട് സഹായത്തിന്? 4 പേര് വേറെ ഉണ്ട്. മൊത്തത്തിൽ 4 പേരുണ്ട്. അപ്പം 4-2 6 പേരുടെ അധ്വാനമാണ്. ഇതിനകത്ത് ഇവിടെ ടി വിയും കണ്ടുകൊണ്ട് രാത്രി ഉറങ്ങാതിരിക്കുന്ന ഒരു കക്ഷിയുണ്ട്. പുള്ളി ശ്രദ്ധിച്ചു വേണം. രാത്രി എത്ര മണിക്കാണ് കിടന്നുറങ്ങുന്നത്? എന്നെ കാണാറുണ്ട് അല്ലേ? ഇതൊക്കെ പിള്ളേരാണ് കേട്ടോന്നല്ലേ? എന്നാലും അങ്ങനല്ല, നമുക്ക് നോക്കാം. ഞാൻ കഴിക്കട്ടെ. നമ്മളത് നോക്കി ഉടച്ച് നമ്മളൊന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇച്ചിരി പുട്ടുമായിട്ടൊന്ന് കുഴച്ച് എടുത്ത് വായിട്ട് കഴിച്ച് നല്ല കളിക്കണം. സൂക്ഷിച്ച് ചവച്ചില്ല പല്ലിൻ്റെ ഇടയിലോട്ട് ചെറിയ പീസുകൾ കയറാൻ സാധ്യത. നാടൻ കോഴിപ്പാട്ടിന് അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മൾ കോഴി ഇവിടെ വളർത്തുന്നതാണോ അതോ ഒരു ഫാമൊക്കെ ഉണ്ടാകാത്തത്? എന്തായാലും ഡെയിലി ആവശ്യം. നമ്മൾ പുട്ടും പൊറോട്ടയും കപ്പയും എല്ലാം ടേസ്റ്റ് ചെയ്യും. ചിക്കനാണ് നമ്മൾ എടുത്തത്. ബീഫും പോർക്കും ഒന്നും നമ്മൾ എടുത്തില്ല. പക്ഷേ കഴിച്ചെടുത്തോളം വീട്ടിൽ നിന്നിരുന്ന് ആഹാരം കഴിക്കുന്നവരുള്ളൊരു ഫീൽ. ഞാൻ ചിക്കൻ കടിച്ച് കുറച്ചുകൊണ്ടിരുന്ന പോലെ നാഞ്ഞ് കടിച്ചാലേ വരുള്ളൂ. കാരണം നാടൻ കോഴിയാണ്, ഇത്ര ഈസി അല്ല എന്ന് അവിടെ നിന്നോട് പറയുകയും ചെയ്തു. ഞാൻ ഇതിനിടയ്ക്ക് ഇത് ചോദിച്ചു, ഇതുള്ള ആപ്തവാക്യങ്ങളൊക്കെ എഴുതാനുള്ള കാരണം അവിടെ അച്ഛൻ്റെ ഒരു ആഗ്രഹം. പുള്ളിക്കാരന് ചെറിയ അങ്ങനെയുള്ള ചില ചിട്ടകളൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ കഴുകുകയാണ്. നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കഴിച്ച പോലുള്ളൊരു ഫീലിൽ നമ്മൾ പോവാണ്. പക്ഷേ വീട്ടിൽ വന്നിരുന്ന് കഴിച്ചാൽ കാശ് കൊടുക്കത്തില്ല, പക്ഷേ ഇവിടെ കാശ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ നമുക്കിനിയും കാണാം. ഇത് മടത്തിക്കോണം അല്ലേ? അണ്ണൻ്റെ പേര്? അമ്പിളി. അമ്പിളി വീട്ടിൽ വിളിക്കുന്ന അമ്പിളി. എന്നാൽ കൊച്ചു പിള്ളേർ വിളിക്കും അമ്പിളി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഈ താടി മുടിയൊക്കെ വളർത്തി ഒരാൾ ഓടി ചെല്ലുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ചേരായിക. അതായത് കുഴപ്പമില്ല. രാജൻ മണിയൻ. ആ ശരി ശരി മണിയൻ. അപ്പോൾ ഊരൂട്ടമ്പലത്താണ്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസത്തെ അവധി ഉള്ളപ്പോൾ തിങ്കളാഴ്ച രാവിലെ പോയി ബുധനാഴ്ച രാവിലേക്ക് വരും. വീട്ടിൽ പോയി കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. കിട്ടുന്ന കാശ് അതാണ് ഞാൻ ചോദിച്ചത്. ആ കുഴപ്പമുണ്ടോന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നി സ്മോളായിട്ട് നിർത്ത്, ഇനി വേണ്ട, കുറച്ചാളടിച്ചില്ലേ, ഇനി വേണ്ടെന്ന് പോയി. പറ്റും. അത് ക്ഷീണം മാറാനുള്ള സാധനമല്ല, ക്ഷീണം കൂട്ടാനുള്ള സാധനമാണത്. അതുകൊണ്ട് ഇനി അത് നിർത്ത്.
ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലെ കൂട്ടും. മദ്യം ആപത്ത് കൂട്ടോ. അതിന് ഒരു കുറയ്ക്കും. അപ്പോൾ ശരി, സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായല്ലോ. നമ്മൾ കാട്ടാക്കടയ്ക്ക് അടുത്ത് പിന്നെ മടത്തിക്കോണം എന്ന് പറയുന്ന സ്ഥലം. മടത്തിക്കോണത്ത് ഒരു നീല കളറിൽ ദൂരെ നിന്ന് നോക്കുമ്പോഴേ കാണാം കിഴക്കൻ തട്ടുകടയെന്നാണ്. ഇത് കിഴക്കാന്നോ പടിഞ്ഞാറാന്നോ എവിടെയാണ് സ്ഥലമെന്ന് എനിക്കറിയില്ല. കിഴക്കൻ തട്ടുകടയെന്നാണ് പേര്. സ്ത്രീകൾ നടത്തുന്നതായതുകൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കും വരാം, കഴിക്കാൻ വലിയ വിലയുമില്ല. താങ്ക് യു. നമുക്ക് നടക്കാം.